السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. بسم الله الرحمن الرحيم. കഴിഞ്ഞ ഖുർആൻ പഠന സീരീസിൽ സൂറത്തുൽ ബഖറയിൽ 60-ാമത്തെ ആയത്താണ് പറഞ്ഞത്. ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് അവരുടെ പൂർവികർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു അനുസ്മരിപ്പിക്കുകയാണ് അല്ലേ. ആ കൂട്ടത്തിൽ 60-ാമത്തെ ആയത്തിൽ എന്താണ് പറഞ്ഞത്? 60-ാമത്തെ ആയത്ത് وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. മൂസ അലൈഹിസ്സലാം തന്റെ ജനത്തിന് കുടിവെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് നാം ഓർക്കുക. നാം പറഞ്ഞു, നിന്റെ വടി കൊണ്ട് ആ പാറയിൽ അടിക്കുക. അപ്പോൾ അതിൽ നിന്നും 12 ഉറവകൾ പൊട്ടിയൊഴുകി. ഓരോ ഗോത്രവും അവർ വെള്ളമടിക്കേണ്ട സ്ഥലം മനസ്സിലാക്കി അള്ളാഹുവിന്റെ വിഭവങ്ങളിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. ഭൂമിയിൽ അധർമ്മകാരികളായി വിഹരിക്കാതിരിക്കുക എന്ന സന്ദർഭത്തിൽ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാം തന്റെ ജനത്തിന് വേണ്ടി അല്ലാഹു തആലയോട് വെള്ളത്തിന് തേടിയ സന്ദർഭം നാം ഓർക്കുകയല്ല, അവരോടാണ് ഓർക്കാൻ പറയുന്നത് കേട്ടാ. ഓർക്കുക, അത് സ്മരിക്കുക കേട്ടാ. ഇത് അല്ലാഹു തആല ആർക്ക് പറഞ്ഞു കൊടുക്കാന്ന്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അതുവഴി നമുക്കും അറിയിപ്പ് കാണാം. അടുത്ത ആയത്ത് بسم الله الرحمن الرحيم. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. وإذ قلتم, നിങ്ങൾ പറഞ്ഞ സന്ദർഭം, നിങ്ങൾ പറഞ്ഞത് ഓർക്കുക. യാ മൂസ, ഓ മൂസ, ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്. സബ്ർ മീൻസ്, സബ്ർ എന്ന് പറഞ്ഞാൽ എന്താ? സബ്ർ ക്ഷമിച്ചു. സബ്ർ മാതിയാണോ? സബ്ർ പറഞ്ഞ ഒരു ഫിയലാണോ? സബറ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു, ഫിയല് മാതി. സബ്ർ മസ്ദറാണ്. അപ്പൊ അർത്ഥം എന്തായിരിക്കും? ക്ഷമ. എന്താണ്? ക്ഷമ. നസറ പറഞ്ഞ അർത്ഥം എന്താ? സഹായിച്ചു. നസുർ സഹായം. ശരിയല്ലേ? കതബ കിതാബത്ത് എഴുത്ത്. ശരിയല്ലേ? ഖറജ ഉറക്കപ്പാനെ പുറപ്പെട്ടു. ഖുറൂജ് പുറപ്പെടൽ, എക്സിറ്റ്. ഖുറൂജ് എക്സിറ്റ്. وإذ قلتم يا موسى,
നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മൂസ, ഓ മൂസ, ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്. തുആം ഭക്ഷണം, വാഹിദ് ഒന്ന്. ഉറക്കെ തുആമിൻ വാഹിദ്, ഒരേ ഭക്ഷണത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ഷമിച്ചിരിക്കാനാവില്ല. കാരണം മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനതയായ ഇസ്രായേൽ വിഭാഗങ്ങൾക്ക്, ഇസ്രായേലർക്ക് അള്ളാഹു കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ഭക്ഷണം ഏതായിരുന്നു? മന്നയും സെൽവയും. പ്രത്യേക തരം ഫുഡ്, പ്രത്യേക ഭക്ഷണം അവർക്ക് ഇറക്കി കൊടുത്തിരുന്നു. നല്ല പോഷകദായകമായ നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു. പക്ഷെ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഒരേ തരം ഭക്ഷണം ഞങ്ങൾക്കിത് സഹിക്കാനും പറ്റില്ല, ഞങ്ങൾക്ക് ഇത് മടുത്തു. ഫദ്ഉ ലനാ റബ്ബക, അതുകൊണ്ട് നീ നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക, വിളിക്കുക, ക്ഷണിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ദുആ പ്രാർത്ഥന അല്ലേ? പ്രാർത്ഥന, വിളി, ക്ഷണം, ദഅവത്ത്, ക്ഷണം, ദുആ പ്രാർത്ഥന. ദഅ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു, വിളിച്ചു, പ്രാർത്ഥിച്ചു എന്നൊക്കെ അർത്ഥം കേട്ടോ. ഫദ്ഉ ലനാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റബ്ബക, നിന്റെ നാഥനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്തിന്? യുഖ്രിജ ലനാ മിമ്മാ തുംബിതുൽ അർദ്, ഞങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കാൻ, ഞങ്ങൾക്ക് നൽകാൻ. എന്ത്? മിമ്മാ തുംബിതുൽ അർദ്. തുംബിതുൽ അർദ്, അർദ് എന്ന് പറഞ്ഞാ എന്താ? ഭൂമി പുറപ്പെടുവിക്കുന്ന വിളവുകൾ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി നീ നിന്റെ നാഥൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആരാണ് പറയുന്നത്? ആരാ ഇത് പറയുന്നത്? ഇസ്രായേലിയർ പറയാണ് അല്ലേ? ഇസ്രായേലിയരാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ആരോട്? മൂസ അലൈഹി ഇസ്ലാമിനോട്, അവരുടെ നബിയായ മൂസ അലൈഹി ഇസ്ലാമിനോട് പറയണം. എന്തെല്ലാം വിഭവങ്ങളാണ് ഭൂമി പുറപ്പെടുവിക്കുന്ന പച്ചക്കറി പച്ചക്കറികളൊക്കെയാണ് ഇവർ പറയുന്നത്. മിൻ ബഖലിഹ, അതായത് അതിന്റെ ചീര, ഭൂമിയിൽ നിന്നുള്ള വിളവുകളായ ചീര. പിന്നെ വഖിസ്സായിഹ, വെള്ളരി. വഅദസിഹ, അദസ് പയറ്. വബസ്വലിഹ, ബസ്വല് ഉള്ളി. ഖിസ്സായിഹ വഫൂമിഹ വഅദസിഹ ബസ്വലിഹ. ഫൂമുൻ വെളുത്തുള്ളി എന്നും പിന്നെ ഗോതമ്പ് എന്നും ഒക്കെ എല്ലാ അർത്ഥമുണ്ട് കേട്ടോ. വെളുത്തുള്ളി എന്നാണ് വ്യാപകമായിട്ട് അറിയപ്പെടുന്ന അർത്ഥം. ഖാല, അപ്പോ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, അതായത് അവര് പറഞ്ഞ എന്താണ്? ഞങ്ങൾക്ക് ഈ മന്നയും സെൽവിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പച്ചക്കറി, ചീര, വെള്ളരി, വെളുത്തുള്ളി, പയറ്, ഉള്ളി, ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ, ഭൂമിയിൽ നിന്നുള്ള ഈ വിളവുകളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. അതസ്തബ്ദിലൂന, ബദൽ എന്ന് പറഞ്ഞാൽ അറിയോ? ബദൽ മാർഗം, പകരം. ഇസ്തബ്ദല, പകരമായിട്ട് തേടുക. പകരമായി തേടുകയാണോ നിങ്ങൾ? ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. അദ്നാ, താഴെ ക്വാളിറ്റിയുള്ളത്, അതായത് കുറഞ്ഞ ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ഗ്രേഡിലുള്ള താഴ്ന്ന ഇനങ്ങളായ കാര്യങ്ങളെക്കാൾ നിങ്ങൾ താഴ്ന്ന കാര്യങ്ങൾ നിങ്ങൾ തേടുകയാണോ? ബില്ലദീ ഹുവ ഖൈർ, അതായത് ഖൈറായ, കൂടുതൽ ഉത്തമമായ, കൂടുതൽ പോഷകദായകമായ നല്ല ഭക്ഷണത്തിന് പകരം. അപ്പൊ ഈ നിങ്ങൾക്ക് കൂടുതൽ നല്ല ഭക്ഷണമാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. എന്നിട്ട് അതുപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അതിലേറെ താഴ്ന്ന ഫുഡ്, താഴ്ന്ന ഭക്ഷണം തേടുകയാണോ? അതാണോ നിങ്ങൾ പകരം ചോദിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് മുന്തിയ പദാർത്ഥങ്ങൾക്ക്, മുന്തിയ ഭക്ഷണത്തിന് പകരം താഴ്ന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? അതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് ആര് ചോദിച്ചു? മൂസ അലൈഹി സ്വലാം അവരോട് തിരിച്ചു ചോദിച്ചു. ഇഹ്ബിതൂ മിസ്റൻ ഫഇന്ന ലകും
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഭക്ഷണമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇഹ്ബിതു മിസ്ര, നിങ്ങൾ ഏതെങ്കിലും നഗരത്തിലേക്ക് പോവുക. മിസ്ര എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നഗരം അർത്ഥമുണ്ട്. വേറെ അർത്ഥം എന്താ? ഈജിപ്ത് അല്ലെ? ഇവിടെ ഈജിപ്ത് എന്ന് ചില മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, നഗരം എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും നഗരത്തിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടാവുന്നേ ഉള്ളൂ. ഏത് നഗരത്തിലും ഇത് കിട്ടാവുന്നേ ഉള്ളൂ. ആ അർത്ഥമാണ് കൂടുതൽ പ്രബലമായിട്ട് പറയപ്പെടുന്നത്. ഏത് നഗരത്തിൽ പോയാലും നിങ്ങൾക്ക് ഏതെങ്കിലും നഗരത്തിൽ പോയാൽ, ഏതെങ്കിലും പട്ടണത്തിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടാവുന്നേ ഉള്ളൂ. ഈ മന്നാ സൽവ എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ഭക്ഷണമാണ്. അത് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭക്ഷണം വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? പക്ഷെ അത് നിങ്ങൾക്ക് ഏത് നാട്ടിൽ പോയാലും കിട്ടാവുന്നേ ഉള്ളൂ. എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ പോയിക്കൊള്ളുക, ഏതെങ്കിലും പട്ടണത്തിൽ പ്രവേശിച്ചു കൊള്ളുക. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിലേക്ക് അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾ തേടുന്നത് അവിടെ നിങ്ങൾക്ക് കിട്ടും. സഅല മീൻസ് ചോദിച്ചു. സുആൽ പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം അല്ലേ? ജവാബ് ആൻസർ ഉത്തരം. ജവാബ് സവാൽ ജവാബ് അല്ലേ? സവാൽ സുആൽ ജവാബ് സുആൽ ജവാബ്. അപ്പൊ നിങ്ങൾ ചോദിച്ച കാര്യം, നിങ്ങൾ ആവശ്യപ്പെട്ടത്, നിങ്ങൾ തേടിയതെന്തോ അത് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഏതെങ്കിലും പട്ടണത്തിൽ പോയാൽ മതി, ഏതെങ്കിലും നഗരത്തിൽ പോയാൽ മതി. അതിന് ഞാൻ അള്ളാഹുവിനോട് കാരണം അള്ളാഹുവിനോട് അക്കാര്യത്തിൽ ഞാൻ തേടുന്നത് ഉചിതമല്ല. കാരണം എന്താ? നിങ്ങൾക്ക് ഉയർന്ന തരം കൂടുതൽ പോഷകദായകമായത് കൂടുതൽ നല്ല വിഭവമാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇത്തരം സാധനങ്ങൾ വേണമെന്ന് പറയുന്നത്, ഷടിക്കുന്നത്, അപ്പൊ അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് തേടുക എന്ന് പറയുന്നത് ഉചിതമല്ല. മാത്രമല്ല നിങ്ങൾക്ക് അത് ഏത് നാട്ടിൽ പോയാലും കിട്ടും ചെയ്യും. അങ്ങനെ അവർക്ക് നിന്ദതയും ദാരിദ്ര്യവും അവരെ പിടികൂടി. അങ്ങനെ അള്ളാഹുവിന്റെ കോപത്തിൽ അവർ പെട്ടുപോയി. കോപത്തിന് പാത്രീഭൂതരായി അവർ അള്ളാഹുവിന്റെ കോപത്തിൽ, അള്ളാഹുവിന്റെ ദേഷ്യത്തിൽ വീഴുകയും ചെയ്തു. ദേഷ്യം ദേഷ്യമുള്ളത്. ذلك بأنهم كانوا يكفرون بآيات الله. ذلك എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ബിഅന്നഹും കാരണം അവർ കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു. അല്ലാഹുവിന്റെ ആയാത്ത്, അല്ലാഹുവിന്റെ ക്ലിയർ കട്ടായിട്ടുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞു. അത് കാരണം അല്ലാഹുവിന്റെ കോപത്തിന് അവർ ഇരയായി. അവർ നിന്ദതയിലും മസ്കനത്തിലുമായി. മസ്കന ദാരിദ്ര്യം, ദില്ലത്ത് നിന്ദത, മസ്കന ദാരിദ്ര്യം, മിസ്കീൻ മിസ്കീൻ അല്ലേ? ويقتلون النبيين بغير الحق. ويقتلون النبيين, നബിമാരെ, അവരുടെ പ്രവാചകന്മാരെ. ഇസ്രായേലിയർക്ക് ധാരാളം, ഇസ്രായേൽ സമൂഹത്തിൽ ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ പല പ്രവാചകന്മാരെയും അവർ വകവരുത്തിയിട്ടുണ്ട്. പല പ്രവാചകന്മാരെയും പല നബിമാരെയും അവർ വധിച്ചു കളയുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം കാരണം അവർ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരായി. യഖ്തുലൂന നബിയ്യന ബിഗൈരിൽ ഹഖ്. ഗൈറിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഇൻജസ്റ്റിസ്, അതായത് നീതിപൂർവമല്ലാതെ, അനീതിയായിട്ട്, അക്രമമായിട്ട്, ന്യായമില്ലാതെ, അന്യായമായിട്ട് അവർ പ്രവാചകന്മാരെ വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് അങ്ങനെ ഇസ്രായേലിയർ തന്നെയാണ് ഈസാ അലൈഹി ഇസ്ലാമിന് അല്ലെ, ജീസസ്, യേശു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു അല്ലെ, ജീസസ് ഈസാ അലൈഹി ഇസ്ലാമിനെ ക്രൂശിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് അല്ലെ. പക്ഷെ അതിൽ വിജയിച്ചില്ല. ഈസാ അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്തു? അള്ളാഹു രൂപം മാറ്റി. ഈസാ അലൈഹി ഇസ്ലാമിന്റെ രൂപം മാറ്റില്ല, ഈസാ അലൈഹി ഇസ്ലാമിനെ ഒറ്റുകൊടുത്ത മറ്റൊരാളെ മാറ്റിയിട്ട് ഈസാ അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? ഉടനോടെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുകയുണ്ടായത്. ശരി, ഈസാ അലൈഹി ഇസ്ലാം ക്രൂശിക്കപ്പെട്ടില്ല. അവര് വധശ്രമം നടത്തി. ചിലര് എന്ത് വിചാരിച്ചു? ഈസാ അലൈഹി ഇസ്ലാമാണ് കൊല്ലപ്പെട്ടതെന്ന് വിചാരിച്ചു. പക്ഷെ ഈസാ അലൈഹി ഇസ്ലാം ഇന്നും ജീവിച്ചിരിക്കുന്നു. എവിടെ?
ആകാശത്തിൽ ഈസാ അലൈഹിസ്സലാം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈസാ അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രത്യേകമായി രക്ഷിക്കുകയുണ്ടായി. അതാണ് ഖുർആനിൽ പറയുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ. മാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, നബി അവർകളെ കൊന്നിട്ടില്ല. വമാ സ്വലബൂഹു, ക്രൂശിച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹു, അവർക്ക് സദൃശമാക്കി കാണപ്പെടുകയുണ്ടായി. ذلك بما عصوا وكانوا يعتدون. ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അസൗ, അവർ ധിക്കാരം പ്രവർത്തിച്ചു തുടങ്ങി. സുയാൻ എന്ന് പറഞ്ഞാൽ സുയാൻ, ധിക്കാരം പ്രവർത്തിക്കുക, അനുസരണക്കേട് കാണിക്കുക. വകാനു യഅ്തദൂൻ, അവർ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തു. അതിര് വിട്ട് അതിക്രമകാരികളായി നിയമപരിധികൾ ലംഘിക്കുകയും ചെയ്തു. അത് കാരണമാണ് ഇത് സംഭവിച്ചത്. ഇപ്പൊ ഈ ആയത്തില് അള്ളാഹു പറയുന്നത് എന്താണ്? ഈ തഫ്സീർ ഇബ്നു കസീർ പറയുന്നു يقول تعالى واذكروا نعمتي عليكم في إنزال عليكم المن والسلوى طعاما طيبا نافعا هنيئا سهلا. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അലൈക്കും ഇൻസാലി അലൈക്കും അൽ മന്ന വസ്സൽവ, നിങ്ങൾക്ക് വേണ്ടി മന്നയും സൽവയും പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നു. തുആമൻ ത്വയ്യിബൻ നാഫിഅൻ ഹനീഅൻ സഹ്ല. തുആം, ഭക്ഷണം, ത്വയ്യിബ് നല്ല ഭക്ഷണം, എന്ത് നാഫി, കൈഫൽ ഹാൽ, ത്വയ്യിബ് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ത്വയ്യിബ് സൈൻ അൽഹംദുലില്ലാ എന്നൊക്കെ പറയും അല്ലേ. ത്വയ്യിബ് നാഫിഅൻ എന്താ ഉപകാരപ്രദമായ. അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ നാഫിഅ, അല്ലാഹുവേ നാഫിഅ ഇൽമ്, ഉപകാരപ്രദമായ ഇൽമ് ഞങ്ങൾക്ക് നൽകണം, വർദ്ധിപ്പിച്ചു നൽകണം. നാഫി ഉപകാരപ്രദമായ, ബെനഫിഷ്യൽ ആയിട്ടുള്ള, ശരീരത്തിന് കൂടുതൽ പോഷകം നൽകുന്ന നല്ല. ഹനീ അൻ സഹ്ല, നല്ല ശുദ്ധമായിട്ടുള്ള. ഹനീ സഹ്ല, വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള. മന്ന സൽവ ഇറക്കി കൊടുത്തതിനെ കുറിച്ച് നമ്മൾ മുൻ ആയത്തുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ പറയാം വദ്കുറൂ പിന്നെ അത് മാത്രല്ല, നിങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടും അതിൽ നിന്നൊക്കെ നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കാതെ പിന്തിരിഞ്ഞു കളയാണ്ട്. വസുആലുക്കും ദാലിക ഇസ്തിബ്ദാല ദാലിക ബിൽ അത്ഇമതി ദനീഅതി മിനൽ ബഖൂലി വനഹ്ലിഹാ മിമ്മാ സഅൽതും. ദനീ ആയിട്ടുള്ള, അതായത് ഇൻഫീരിയർ ക്വാളിറ്റി, കുറഞ്ഞ ഗുണനിലവാരത്തോടു കൂടിയില്ല, അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത് ഒഴിവാക്കിക്കൊണ്ട് അതിന് പകരം നിങ്ങൾ ചോദിക്കുകയും ചെയ്തു. അത് വേണം നിങ്ങൾ ആവശ്യപ്പെട്ടു അല്ലേ. അതുപോലുള്ള ഏതുപോലുള്ള മിനൽ ബഖൂലി വനഹ്ലിഹാ, പച്ചക്കറി, ചീര, കത്തരി, ഇങ്ങനെ കുറെ സാധനം പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു ഖാല അൽ ഹസൻ അൽ ബസ്രി ഫബതറൂ ദാലിക ഫലം യസ്ബിറു അലൈഹി, അവർക്ക് ഈ ഭക്ഷണം മന്നയും സൽവയും മടുത്തു, അവർക്ക് അതിൽ ക്ഷമിക്കാനും പറ്റിയില്ല. വദകറു ഐശഹും അല്ലദീ കാനൂ ഫീഹി വകാനൂ ഖൗമൻ അഹ്ലുൽ അഅദാസിൻ വബസലിൻ വബഖൂരിൻ വഫൂമിൻ. അപ്പോൾ അവർക്ക് പച്ചക്കറി, പയറ്, ഉള്ളി, ചീര, അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് എന്താ പറയും കീര അല്ലേ, മലബാറിൽ എന്താ പറയും ചീര, ബക്കൽ എന്ന് പറഞ്ഞാൽ പച്ചക്കറി, ചീര എന്ന് പറയും. ഫൂമ് എന്ന് പറഞ്ഞാല് വെളുത്തുള്ളി, ഗോതമ്പെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അവര് മുമ്പ് അതൊക്കെ ഉള്ള നാട്ടിലായിരുന്നു, അത് മുമ്പ് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫൂം എന്ന് പറഞ്ഞാല് ഒരു തരം ബ്രെഡ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ എല്ലാതരം അൽ ഹുബൂബ് അല്ലതി തൂക്കലു കുല്ലുഹാ ഫൂം, എല്ലാതരം ധാന്യങ്ങൾക്കും തിന്നുന്ന ഭക്ഷിക്കുന്ന ഭക്ഷ്യയോഗ്യമായ എല്ലാതരം ധാന്യങ്ങൾക്കും മൊത്തത്തിൽ ഫൂം എന്ന് പറയുന്നു. അങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫൂമുൻ എന്ന് ഒരു ഖിറാഅത്ത് വായിച്ചിട്ടുണ്ട്. ഗാർലിക്, വെളുത്തുള്ളി എന്ന അർത്ഥത്തിൽ. ഫൂം എന്ന് പറഞ്ഞാലും വെളുത്തുള്ളി എന്നർത്ഥം വരുന്നുണ്ട്. ഇഹ്ബിതു മിസ്റ എന്ന് പറഞ്ഞാൽ അല്ലേ, മിസ്റിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈജിപ്ത് എന്നുള്ള അർത്ഥത്തിൽ അല്ല. കൂടുതലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു മിസ്ർ എന്ന് പറഞ്ഞാൽ എനി സിറ്റി, ഏത് നഗരവും എന്ന അർത്ഥത്തിലാണ്. ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് അബു ആലിയ റബീ ഇബ്നു അനസ് എന്നിവർ പറഞ്ഞതായിട്ട് ഇബ്നു ജരീർ
അള്ളാഹു റെക്കോർഡ് ചെയ്യുന്നു. എന്ത് ആയത്തില് മിസ്ർ എന്ന് പറഞ്ഞ ഫിർഔന്റെ ഈജിപ്ത് ആണ് എന്ന്. പക്ഷെ കൂടുതലും പ്രബലമായ അഭിപ്രായം എന്താണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ അവരുടെ തഫ്സീർ രേഖപ്പെടുത്തുന്നു. വൽ ഹഖ് അന്നൽ മുറാദ മിസ്റുൻ മിനൽ അംസാരി കമാ റുവിയ അൻ ഇബ്നു അബ്ബാസ് വഗൈരിഹി വൽ മഅനാ ذلك على ذلك لأن موسى عليه السلام يقول لهم هذا الذي سألتم ليس بأمر عزيز بل هو كثير في أي بلد دخلتموها وجدتموه فليس يساوي مع دناءته وكثرته في الأمصار أن أسأل الله فيه ولهذا قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم. ഇതുകൊണ്ട് ഉദ്ദേശം മിസ്ർ എന്നുകൊണ്ട് ഉദ്ദേശം അന്നൽ മുറാദ മിസ്റും മിനൽ അംസാർ, നഗരങ്ങളിൽ നിന്ന് ഏത് നഗരം, അതായത് ഏത് പട്ടണം എന്ന അർത്ഥത്തിലാണ്. കമാറുവിയ അനിബിൻ അബ്ബാസ് വായിരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും മറ്റുള്ള പലരും റിപ്പോർട്ട് ചെയ്ത പോലെ. വൽ മഅനാ അലാ ദാലിക, അതിന്റെ സാരം എന്നുള്ളത് അന്ന മൂസ അലൈഹിസ്സലാം യഖൂലു, മൂസ അലൈഹിസ്സലാം അവരോട് പറയുന്നത് ഹാദൽ ലദീ സഅൽതും ലൈസ ബിഅംരിൻ അസീസ്, നിങ്ങൾ ഈ ആവശ്യപ്പെട്ട ചോദ്യം, നിങ്ങൾ ഈ ആവശ്യപ്പെട്ട കാര്യം അതൊരു യുക്തമായ കാര്യമല്ല. കാരണം എന്താ? ബൽ ഹുവ കസീറുൻ ഫി അയ്യ ബലദിൻ ദഖൽതുമുഹ, നിങ്ങൾ ഏത് നാട്ടിൽ പോയാലും ഈ സാധനങ്ങളൊക്കെ കിട്ടും നിങ്ങൾ ഈ ആവശ്യപ്പെട്ടത്. പക്ഷെ മന്നേ സ്ഥലം കിട്ടുമോ? അത് നിങ്ങൾക്കായിട്ട് അള്ളാഹു പ്രത്യേകം നൽകിയതാണ്. ദഖൽതുമുഹ വജത്തുമുഹ, നിങ്ങൾക്ക് ഏത് നാട്ടിൽ പോയാലും ഇത് കിട്ടും. ഫലൈസ യുസാവി മാ ദിനാഅതിഹി വകസറതിഹി ഫിൽ അംസാരി അൻ അസ്അലല്ലാഹ ഫിഹി. അപ്പോൾ അത് അതിന്റെ ദിനാഅത്ത് എന്ന് പറഞ്ഞാൽ അത് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളതല്ല, ഇൻഫീരിയർ ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ? താഴ്ന്ന ഭക്ഷണമാണ്, താഴ്ന്ന നിലവാരത്തിലുള്ള. ഏത് ഈ മന്നയും സെൽവയോട് താരതമ്യപ്പെടുത്തുമ്പം ഇത് താഴ്ന്ന നിലവാരത്തിലുള്ള ഭക്ഷണമാണ്. അപ്പൊ അതോടുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷണം അള്ളാഹു തന്നിട്ട് പിന്നെ ഈ താഴ്ന്ന നിലവാരത്തിലുള്ള ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് എനിക്ക് യോജിച്ചതല്ല. മാത്രമല്ല പല പട്ടണങ്ങളിലും മിക്ക പട്ടണങ്ങളിലും ഇത് നിങ്ങൾക്ക് ലഭ്യവുമാണ്. ഇത് കാരണമാണ് കാല നിങ്ങൾ താഴ്ന്ന തരം ഭക്ഷണം തേടുകയാണോ ഏത് ഉയർന്ന തരം മന്നയും സെൽവക്കും പകരമായിട്ട്? നിങ്ങൾ ഏത് പട്ടണത്തിലും പോയാലും നിങ്ങൾക്ക് അവിടെ അത് ലഭ്യമാകും എന്ന് മൂസ അലൈഹിസ്സലാം പറയാൻ കാരണം. പിന്നെ അല്ലേ, അവർ അന്യായമായി നബിമാരെ കൊന്നു എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ അതില് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി റജുലുൻ ഖതലഹു നബിയ്യുൻ ഔ ഖതല നബിയ്യൻ വഇമാമുൻ ളാല്ലത്തുൻ വമുമസ്സലുൻ മിനൽ മുമസ്സലീൻ വമുമസ്സിലുൻ മിനൽ മുമസ്സലീൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ. അദാബ് എന്ന് പറഞ്ഞാൽ എന്താ? അദാബ്, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് കാക്കണേ അറിയില്ലേ? എന്താ അറിയില്ലേ? ദേഷ്യം അല്ല, അദാബാണ്. ദേഷ്യം വന്നിട്ട് അദാബാവും. اللهم إني أعوذ بك من عذاب القبر فتنته ومن عذاب النار. عذاب القبر എന്താ? ഖബർ ശിക്ഷ. അദാബുൻ നാർ എന്താണ്? നരക ശിക്ഷ അല്ലേ? അദാബ് എന്ന് പറഞ്ഞാല് ശിക്ഷയാണ്. അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ കഠിനതരമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്ന ജനം എന്ന് പറയുന്നത് റജുലുൻ, ഒരാളാണ്, ഖതലഹു നബിയുൻ, അയാളെ ഒരു നബി കൊന്നു, എന്നാൽ നബിയാൽ കൊല്ലപ്പെട്ട ഒരാൾ. ഔ ഖതല നബിയൻ, അല്ലെങ്കിൽ അയാൾ നബിയെ കൊന്നു, എന്നാൽ ഒരു നബിയെ കൊന്ന ആൾ അല്ലെങ്കിൽ നബിയാൽ കൊല്ലപ്പെട്ട ആൾ ആണ്. അപ്പൊ ഇമാമുൻ ളാല്ല എന്താണ്? വഴിപിഴച്ച അല്ലെങ്കിൽ വഴികേടിലായ അനീതി പ്രവർത്തിക്കുന്ന ഭരണാധികാരിയാണ്. മുമസ്സിലുൻ മിനൽ മുമസ്സിലീൻ, അതായത് വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന ആള്, വിഗ്രഹം ഉണ്ടാക്കുന്ന ആള്, വിഗ്രഹം ശില്പം, എന്താണ്? വിഗ്രഹാരാധന ഇസ്ലാമിന് അന്യമാണ്. വിഗ്രഹാരാധന ഇസ്ലാം നിരോധിച്ചിട്ടുള്ളതാണ്. കാരണം അള്ളാഹുവിന് പ്രത്യേക രൂപവും ഭാവവും കൽപ്പിക്കാൻ സൃഷ്ടികൾക്കാവില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു ഭൂമുഖത്തുള്ള ഒന്നുപോലെയല്ല, ആകാശത്തോ ഭൂമിയിലുള്ള ഒന്നുപോലെയല്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരു രൂപം അള്ളാഹുവിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ രൂപം വെച്ചിട്ട് അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും പറ്റില്ല. ഇസ്ലാമിന് അത് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ രൂപം, ബിംബം
അള്ളാഹുവിന്റെ രൂപമാണെന്ന് പറഞ്ഞ് രൂപം ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾ, രൂപമുണ്ടാക്കുന്ന ആളുകൾ അവരെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കും. അസ്സലാമു അലൈക്കും.